ഹേ ഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും ചാനലിൽ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് OTT ചിത്രങ്ങളുടെ റിവ്യൂ ആണ്. ഒന്ന് നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ്റെ ചിന്ന ചിന്ന ആസയും, പിന്നെ ഉയർ എന്ന ചിത്രമാണ്. ഉയർ എന്ന ചിത്രം ഞാൻ ഇന്നലെ കണ്ടത്. ചിന്ന ചിന്ന ആസയും കുറച്ച് ദിവസമായി, രണ്ടും ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ആദ്യം തന്നെ എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു, കാരണം പ്രളയമൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ മൊത്തം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് റിവ്യൂലേക്ക് പെട്ടെന്ന് തന്നെ കിടക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ്റെ ചിന്ന ചിന്ന ആസൈ ചിത്രത്തിൽ ഇന്ദ്രൻ സേട്ടൻ, പിന്നെ മധുബാല, പിന്നെ നമ്മുടെ അപർണ ബാലമുരളി എന്നിവരൊക്കെയാണ് മെയിൻ ലീഡായിട്ട് എത്തുന്നത്. പിന്നെ ഒട്ടനവധി തമിഴ് താരങ്ങളുണ്ട്. ജസ്റ്റ് ഇങ്ങനെ വന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഭാഗങ്ങളൊക്കെ നൈസ് തന്നെയായിരുന്നു. ഇതൊരു ഫീമെയിൽ ഡയറക്ടറാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. വർഷ വാസുദേവ് എന്നാണ് പേര്. അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. ചിത്രം എനിക്കൊരു ആവറേജ് ചിത്രമായിട്ടാണ് തോന്നിയത്. മെയിൻ നെഗറ്റീവായിട്ട് തോന്നിയത് എനിക്ക് ലാഗായിരുന്നു. ലാഗ് അടിച്ചു അത്യാവശ്യം. കാരണം പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടിരിക്കാം. ക്ലൈമാക്സ് ഭാഗങ്ങളായാലും കൊള്ളാം. ഒരു വൺ ടൈം വാച്ചബിൾ ആണ്. ചിലവർക്ക് ഇനിയിപ്പോൾ ഒട്ടും പേഷ്യൻസ് ഇല്ലാത്തവർക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവുള്ള ചിത്രമാണ്. ഇന്ദ്രൻ സേട്ടൻ്റെ അഭിനയം പോലും മധുബാലയൊക്കെ രണ്ടുപേരും എടുത്തു പറയാവുന്ന നല്ല കിടില അഭിനയം തന്നെയായിരുന്നു. മാധവൻ എന്നാണ് നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ്റെ പേര്. പിന്നെ നമ്മുടെ മധുബാലയുടെ പേര് ലീല എന്നുമാണ്. ഈ രണ്ട് കഥാപാത്രങ്ങൾ നൈസ് തന്നെയായിരുന്നു. ഇവരെ ചുറ്റിപ്പറ്റിയാണ് ചിത്രം നടക്കുന്നത്. ചിത്രം ഇങ്ങനെ ഇപ്പം നമ്മുടെ അരവിന്ദിൻ്റെ അതിഥികളെ പോലെ സിമിലാരിറ്റീസ് ഉണ്ട്. അതുപോലെ ഒരു കഥയെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ പ്ലോട്ട് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. അതായത് അങ്ങനെ ഒരു കഥ നടക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നടക്കാൻ വഴിയില്ല. കാരണം നമ്മൾ ഒരു ടൂറിസ്റ്റ് കോഴ്സൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരാളുണ്ടെങ്കിൽ പോലും നമ്മളിങ്ങനെ പേടിക്കും, അയാളത്ര മാത്രം സേഫ് ആണോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ പേടിച്ച്. പക്ഷെ നമ്മുടെ അരവിന്ദൻ്റെ അതിഥികൾ അറിയാലോ, ഫുൾ ടൈം പുള്ളിയുടെ ഒപ്പം നടന്ന്. അപ്പോൾ അതൊന്നും എത്രമാത്രം നടക്കും ഇന്നത്തെ കാലത്തൊട്ടും ആൾക്കാരൊന്നും അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അറിയാത്തൊരു പ്ലേസിലൊക്കെ ചെന്നാൽ ഇങ്ങനെ അവരുടെ ഒപ്പം നടക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ലൈഫിൽ അത്ര റിലേറ്റബിൾ ആണോ എന്ന് ചോദിച്ചാൽ രണ്ട് ചിത്രങ്ങളും അല്ലെന്ന് പറയേണ്ടി വരും. അത് ഒരു ചിത്രം തന്നെയാണ് ഇതും. അപ്പോൾ അങ്ങനത്തെ ഒരു പടമാണ്. മൊത്തത്തിൽ വാരണാസിയിലാണ് കഥ മൊത്തം നടക്കുന്നത്. അവിടെ സംഭവം അവിടുത്തെ നൈറ്റും പിന്നെ പകലിലുള്ള ഷൂട്ടിംഗ് ഒക്കെ നൈസ് തന്നെയായിരുന്നു. വാരണാസിയുടെ ഒരു ഭംഗി അത്യാവശ്യം ഒപ്പിടൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അത് അരവിന്ദൻ്റെ അതിഥികൾ ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. ആ മ്യൂസിക് ആ സിനിമയുടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇവിടെ മ്യൂസിക് കുറച്ചു, അതായത് ഇത്തിരി കൂടെ മ്യൂസിക്, ഇത്തിരി കൂടെ നല്ല ഒരു സോങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സിനിമ ഒന്നും കൂടെ എൻഗേജിങ് ആയേനെ. കാരണം നമ്മുടെ അരവിന്ദൻ്റെ അതിഥികളിൽ സിമിലാരിറ്റി ഞാൻ പറഞ്ഞ സെയിം ഒരു രീതിയാണ്. അതാണ് ഞാൻ കമ്പാരിസൺ നടത്തുന്നത്. അതിലും മ്യൂസിക് വൻ പ്രാധാന്യം തന്നെയായിരുന്നു ആ ചിത്രത്തിൽ. നമ്മളിപ്പോൾ പോലും കേട്ട ആ ഒരു കുടജാദ്രി സോങ്സ് ഒക്കെ ഭയങ്കര നൈസ് തന്നെയായിരുന്നു. അതുപോലെ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. മ്യൂസിക് ഡൗൺ ആയിപ്പോയി. പിന്നെ സിനിമാറ്റോഗ്രാഫി ഒക്കെ നൈസ് തന്നെയായിരുന്നു. ഡയറക്ഷനും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അപർണ ബാലമുരളി നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ്റെ മോളായിട്ട് എത്തുന്നത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ സീനൊന്നുമില്ല. പിന്നെ ഒരാളുടെ അഭിനയം നൈസ് തന്നെയായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ വിഷ്ണു അഗസ്ത്യ ഒട്ടനവധി ചിത്രങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ പേര് പറഞ്ഞ എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ പുള്ളിയുടെ ഫോട്ടോ കിട്ടും, മനസ്സിലാവും. അതായത് ഇപ്പം നമ്മുടെ റീസെൻ്റ് അനോമി എന്ന ചിത്രങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ അഭിനയം നൈസായിരുന്നു. ഒരു 2-3 മിനിറ്റ് കൂടിയാണ് 5 മിനിറ്റ് ഉള്ളൂ. പുള്ളി അത് നൈസായിട്ട് പുള്ളി ക്യാരി ചെയ്ത ആ റോള്. അപ്പോൾ മൊത്തത്തിൽ ചിത്രം എനിക്കൊരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. ചിത്രം ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും പോയി കാണാം. അപ്പോൾ നമുക്ക് അടുത്ത ചിത്രത്തിൻ്റെ റിവ്യൂലേക്ക് കിടക്കാം. അടുത്ത ചിത്രം നമ്മുടെ ഉയർ എന്ന ചിത്രമാണ്. ഞാൻ എൻ്റെ മുൻ റിവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ചിത്രം കണ്ടാൽ നമുക്കൊന്നും തോന്നുന്നില്ലെന്ന്. പക്ഷേ ഈ ചിത്രം അത്യാവശ്യം കൊള്ളായിരുന്നു. എനിക്ക് ഒരു എബോ ആവറേജ് ചിത്രമായിട്ടാണ് തോന്നിയത്. നമ്മുടെ റോഷൻ മാത്യൂസ് ആണ്, ബൈജു ചേട്ടനാണ് ചിത്രം ഉടനീളം ക്യാരി ചെയ്യുന്നത്. ഇവരിലൂടെയാണ്. ആ ഭാഗങ്ങളൊക്കെ നൈസ് തന്നെയായിരുന്നു. ചിത്രം ഏതാണ്ട് 2 മണിക്കൂർ 16 മിനിറ്റ് അടുത്തെന്തുകൊണ്ട് അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ചിത്രമാണ്. വൺ ടൈം വാച്ചബിൾ തന്നെയാണ്. പിന്നെ അഭിനയിച്ച ഒരു മെയിൻ ലീഡായിട്ടുള്ളൊരു സ്ത്രീ ഉണ്ട്. എനിക്ക് പേര് ഞാൻ കൃത്യമായിട്ട് നോക്കിയില്ല. പുള്ളിക്കാരിയും അടിപൊളി തന്നെയായിരുന്നു. നമ്മുടെ സ്പാ എന്ന ചിത്രങ്ങളിലൊക്കെ നായികയായിട്ട് വരുന്നുണ്ട്. അപ്പം പത്മകുമാറാണ് ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിൻ്റെ മ്യൂസിക് ആയാലും ഒന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചിത്രം പങ്കുവെച്ച കാര്യം ഒരു ട്രൂ ഇവൻ്റൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രമാണെന്നാണ് സിനിമയിൽ എഴുതി കാണിക്കുന്നത്. ഏറ്റവും അവസാന ഭാഗത്തും അത് പറയുന്നുണ്ട്. അപ്പോൾ ഒരു അനീതിയെ നഷ്ടപ്പെട്ട ഒരു നായകനാണ് നമ്മുടെ റോഷൻ മാത്യൂസ്. അപ്പോൾ അയാളിലൂടെ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ, അയാൾ ആ ഒരു ട്രോമയിൽ അദ്ദേഹത്തിൻ്റെ കേസൊക്കെ ആയിട്ട് ചെറിയ ലിങ്കൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പോകുന്ന ഒരു കഥയാണ്. ആ ഒരു ഇമോഷൻ വർക്കായിട്ടുണ്ട്. ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരു പരിപാടിയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്ലൈമാക്സ് ഒന്ന് എടുത്ത് നിൽക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അത് തന്നെയാണ് സിനിമയുടെ പുതുമ. അതായത് ഫസ്റ്റിൽ, അതായത് ആദ്യത്തെ ഒരു 2 മണിക്കൂറൊക്കെ നമ്മൾ നോർമലി കാണുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ പടം തന്നെയാണ്. ഇങ്ങനെ ഷഫിൾ ചെയ്ത് ഇങ്ങനെ വേറെ കഥകളെ മാറ്റി പറയുന്നു, വേറെ വഴികളിലൂടെ പോകുന്നു,
ശരിക്കുള്ള വില്ലനെ തെന്നി മാറുന്നു, ആ രീതിയിലൊക്കെയുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. അതിലൊന്നും വലിയ പുതുമയില്ലെങ്കിൽ പോലും ഇതിലെ ക്ലൈമാക്സ് അടുപ്പിച്ചുള്ള സംഭവങ്ങളൊക്കെ നൈസ് തന്നെയായിരുന്നു, ഒരു പുതുമ വരുത്തി. അതുകൊണ്ടാണ് എനിക്കൊരു അവറേജ് ആയിട്ട് തോന്നിയത്, അല്ലെങ്കിൽ ഒരു ആവറേജ് ചിത്രമായിട്ട് മാറി തന്നെ ചിത്രം. എന്തായാലും ആ 2 മണിക്കൂർ 16 മിനിറ്റ് നമുക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ വെറുതെ ആയിപ്പോയില്ല എന്നൊരു തോന്നലുണ്ട്. അത്യാവശ്യം കണ്ടിരിക്കാവുന്ന നൈസ് ചിത്രം തന്നെയായിരുന്നു. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് ചിത്രം ഇപ്പോൾ സ്ട്രീം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നലെ റിലീസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കാണാൻ താല്പര്യമുള്ള എന്തായാലും പോയി കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചിത്രങ്ങൾ പോയി കാണാം. രണ്ടും ജിയോ ഹോട്ട്സ്റ്റാറിൽ തന്നെയാണ് സ്ട്രീം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു OTTകളുള്ള പറഞ്ഞ ചിത്രങ്ങളിൽ റിവ്യൂ ആയിട്ട് വരാം.